അമ്മ മരിച്ചപ്പോൾ അവൻ അതുവരെ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു. ഞാനിനി കേരളം വിട്ട് എവിടെയും പോണില്ല. കുറേ കാലം അലഞ്ഞു നടന്നു. പക്ഷേ ഒരുപാട് മനുഷ്യരെ കണ്ടു. അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും. ഒറ്റയ്ക്കായ മനുഷ്യരൊക്കെ നിസ്സഹായരാ. അതുകൊണ്ട് തന്നെ പറ്റുമ്പോഴൊക്കെ നമ്മൾ ആരെങ്കിലും സഹായിക്കണം. സഹായിക്കാനായില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരിക്കണം. നീ ഇപ്പോഴീ പറയുന്നതാണ്ടാ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ആണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ. പിന്നീട് തിരുവനന്തപുരത്തേക്ക് അവൻ പോകുന്നത് വരെയുള്ള കുറേ മാസങ്ങൾ ഞങ്ങൾ മിക്കപ്പോഴും ഒരുമിച്ചായിരുന്നു. അവനെ ഞാൻ ശരിക്കറിഞ്ഞതും ആ സമയത്താണ്. If you don't become involved in politics, politics will eventually become involved in you. V.I. Lenin. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ഇത് നിന്നെപ്പോലെ അരാഷ്ട്രീയം എന്ന് സ്വയം നടിക്കുന്നവരെ ഓർമ്മിപ്പിക്കാനാ. നീ കേട്ടാ കുന്നമ്പുറം വരെ ഒന്ന് നടക്കാൻ. നീ നടക്ക്. എനിക്ക് വായനശാലയിൽ കുറച്ച് പണിയുണ്ട്. കണക്ക് നോക്കല്ലേ. എന്തായി കാവല നിന്റെ ഭാര്യയ്ക്ക്? പ്രസവിച്ചോ? 5000 രൂപ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. രക്തം പോകുന്നുണ്ട്. നിർത്തിയില്ലെങ്കിൽ അപകടമാണെന്നും പറഞ്ഞു. ഡോക്ടർ അന്നമ്മ തോമസ് അല്ലേ? അതെ മാഷെ. പോവാം നമുക്ക്. അന്നമ്മ തോമസ് ഇങ്ങനെ പലതവണയായി കേട്ടോ. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് പോയാൽ മതി. നോക്ക്. അതെ, തർക്കിച്ച് നിൽക്കേണ്ട. ആശുപത്രി പോയി ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഉണ്ടോ നോക്കാം. അല്ലെങ്കിൽ ആ കുട്ടി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വേറെ വല്ല ആശുപത്രിയിൽ കൊണ്ടാക്കാം. അല്ലാണ്ട് വെറുതെ സമയം കളഞ്ഞിട്ട് ഡോക്ടർ അന്നമ്മ തോമസിന്റെ വീട് എവിടെ? എന്ത് തെമ്മാടിത്തരാ നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം? ഐ എം ഡോക്ടർ അന്നമ്മ. മിണ്ടാതിരിക്കവിടെ. അവരോടൊന്നും ബഹളം ഉണ്ടാക്കാതിരിക്കാൻ പറ. ചെറിയ പെൺകുട്ടികളെ കുരുതി കൊടുത്തിട്ട് താനും തന്റെ ഈ അളപ്പക്കാരിയും കൂടി അങ്ങോട്ട് സൂക്ഷിക്കണ്ടോ? 2 ജീവിതം നിങ്ങൾ തകർത്ത്. അവരോടൊന്നും ബഹളം വെക്കാതിരിക്കാൻ പറയും. മനുഷ്യരുടെ ദുരന്തങ്ങളോട് എത്ര ആത്മാർത്ഥമായിട്ട് അവൻ പ്രതികരിക്കുമെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കിയത്. എടോ, താനൊരു ഡോക്ടർ തന്നെയാ, സമ്മതിച്ചു. വലിയ പദവി തന്നെയാ. പക്ഷെ വലിപ്പത്തിന്റെ കൂടെ തന്റെ ഉത്തരവാദിത്വം കൂടും. അത് താൻ മറന്നു. തന്റെ ഭാര്യയും. എടോ, മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരലോ തന്റെ പണി. അല്ലാണ്ട് മരണത്തിലേക്ക് പറഞ്ഞേക്കില്ലല്ല. ഗോപി, കേസിൽ നിന്ന് നിന്റെ പേര് വെട്ടിയിട്ടുണ്ട്. നിനക്ക് ധൈര്യമായിട്ട് പോകാം. കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ പോണ്ട. തിരുവനന്തപുരത്ത് നീ എന്താ പരിപാടി? എൻ്റെ ചില എഞ്ചിനീയർ സുഹൃത്തുക്കളുണ്ട് അവിടെ. എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടാക്കണം. സൂക്ഷിച്ച്. പിന്നെ ഞങ്ങൾ തമ്മിൽ കാണുന്നത് കുറെ കഴിഞ്ഞ തിരുവനന്തപുരത്ത് വെച്ച്. ഞങ്ങൾ അധ്യാപക സംഘടനയുടെ പേരിൽ നിരാഹാരത്തിലായിരുന്നു. വണ്ടി നിർത്താൻ.
വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങല്ലേ സാറേ, പറയുന്നൊന്ന് കേക്ക്. എന്താ കാണും ഈ അസമയത്ത് അലമുണ്ടാക്കല്ലേ സാറേ. അർത്ഥമില്ലാത്ത പാട്ട് നിന്റെ ഒക്കെ പട്ടിയാക്കും. ഓടെ ഗോപി പോടെ. ജനാർദ്ദനൻ ഒരു പിടിയും കിട്ടണല്ലോ. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പക്ഷെ ഇതെന്താ ഏർപ്പാടാ? പാതിരാത്രിക്ക് അടിച്ച് ഫിറ്റായിട്ട് ഇതാണോ തൻ്റെ ഇപ്പോഴത്തെ ജീവിതം? ഐ വർക്ക് ആൻഡ് ഐ ലീവ്. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ ബോറന്മാര് പോയില്ലേ ഉമാരെ. സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ നിരാഹാര സമരം. ഈ 7-ാം ദിവസം. സഖാവേ, ശരിക്കും പട്ടിണി നടക്കാനാണോ? അതെ. നിങ്ങൾക്കൊന്നും കുറച്ച് ദിവസമായിട്ട് ശമ്പളമൊന്നും ഇല്ലല്ലേ? നീ പത്രമൊക്കെ വായിക്കാറുണ്ടല്ലേ? ഞങ്ങളുടെ കുടുംബങ്ങളും പട്ടിണിയില്ല സാറേ. ഇപ്പൊ വരും. കയ്യിലുള്ള കാശൊക്കെ എടുത്തേ, ഉള്ളൊക്കെ എടുക്ക്. മീഴ്ച കണ്ട് കാശെടുക്ക്. ഇങ്ങെടുക്ക്. എണ്ണൊന്നും വേണ്ട. എത്രയാന്ന് വെച്ചാൽ പിന്നെ തരാം. ഇങ്ങെടുക്ക്. അല്ല എന്റെ കയ്യിൽ 10 പൈസയില്ല. നിന്നെടുത്തേ. എന്ത് മാല കിടന്ന് നിലവിളിക്കില്ലെന്ന്. കാശെടുത്ത് തിരിച്ചു തരാം. സമരം നടക്കുക. 7-ാം ദിവസാ. നിങ്ങളുടെ സമര ഫണ്ട് എവിടെയാ? എന്താ പറയ, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ കറക്റ്റ് തന്നെയാ. പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങണോ കാര്യങ്ങൾ? ഒരു ജീവന കൊണ്ടുള്ള കളിയല്ലേ. കാര്യങ്ങൾ ഇതിലും ഒക്കെ മോശമാവും ഗോപി. ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഞാൻ നാളെ വരാം. പെണ്ണിനെ പറ്റിയുള്ള സകല വിശേഷങ്ങളും. നിരാഹാര സമരം 8-ാം ദിവസം. ചെല്ല്, ഇനിയെങ്കിലും പോയി ഉറങ്ങാൻ നോക്കാം. പിറ്റേന്ന് കാണാമെന്ന് അവൻ പറഞ്ഞു. പക്ഷേ കാലത്ത് സമരം ഒത്തീർപ്പായതോടെ ഞങ്ങൾ സ്ഥലം വിട്ടു. പിന്നീട് ഞാൻ അവനെ ജീവനോടെ കണ്ടിട്ടില്ല. ജൽദി സോ ജാओ.